Hello, this is Vishad Ali, and hope you are all doing great. This is the video of place of supply number part 2, and നമ്മൾ പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്ത് സെക്ഷൻ 12 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട റൂൾസും അതിൻ്റെ സർക്കുലേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത്. ദെൻ സെക്ഷൻ 13 ആണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. ദെൻ അതേപോലെ തന്നെ നമ്മൾ MCQസും ആൻഡ് ഓൾസോ നമ്മുടെ ക്വസ്റ്റ്യൻസുമാണ് പെൻഡിങ് ഉള്ളത്. സോ അത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ സെക്ഷൻ 13 എന്താണ്? ആദ്യം സെക്ഷൻ 13 എന്നുള്ളത് നോക്കാം. എന്താണ് സെക്ഷൻ 13 ഉദ്ദേശിക്കുന്നത് നോക്കാം. നോക്കിക്കേ, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് വെർ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഓർ ദി ലൊക്കേഷൻ ഓഫ് ദി റിസീപ്യൻ്റ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ. സെക്ഷൻ 12 ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് അവിടെ രണ്ടാളും ഇന്ത്യയിലാണ്, അതായത് സപ്ലയറും റിസീപ്യൻറ്റും ഇന്ത്യയിലാണ്. അവിടെ കൺഫ്യൂഷൻ ഇല്ല. അപ്പം ഇവിടെ എന്താ പ്രശ്നം? സപ്ലയറോ അല്ലെങ്കിൽ റിസീപ്യൻറ്റോ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ആരെങ്കിലും ഒരാൾ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പം സെക്ഷൻ 13 സെക്ഷൻ 12 ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സപ്ലയറുടെ ലൊക്കേഷനും റിസീപ്യൻ്റെ ലൊക്കേഷനും നോക്കുക. രണ്ടാളും ഇന്ത്യയിലാണെങ്കിൽ സെക്ഷൻ 13 നോക്കണ്ട, നേരെ സെക്ഷൻ 12 നോക്കണ്ടേ. ഏതെങ്കിലും ഒരാൾ സപ്ലയറോ റിസീപ്യൻ്റോ ഏതെങ്കിലും ഒരാൾ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ പിന്നെ ഏത് നോക്കണം? സെക്ഷൻ 13 വന്ന് നോക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. അപ്പം സെക്ഷൻ 30 നമ്മൾ അവിടെ സെക്ഷൻ 12 പറഞ്ഞ അതേപോലെ തന്നെ ജനറൽ പ്രൊവിഷനും സ്പെസിഫിക് പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, എന്താണ് ജനറൽ പ്രൊവിഷൻ നോക്കാം. സെക്ഷൻ 13 സബ്സെക്ഷൻ 2 ആണ്. 13 സബ്സെക്ഷൻ 2 ആണ് ജനറൽ പ്രൊവിഷൻ. ജനറൽ പ്രൊവിഷനിലൂടെ ഒരു പോയിന്റ് മിസ്സായിട്ടുണ്ട്, ചെറിയൊരു ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സപ്ലൈ ഓഫ് സർവീസ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് അവൈലബിൾ. റെസിപ്പിയൻ്റെ ലൊക്കേഷൻ അവൈലബിൾ ആണോ? യെസ്, അവൈലബിൾ ആണെങ്കിൽ റെസിപ്പിയൻ്റെ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അവൈലബിൾ അല്ല, അങ്ങനെയാണെങ്കിൽ സപ്ലൈയുടെ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇതാണ് ഇവിടുത്തെ ജനറൽ ലോഡ്. അവിടെ അങ്ങനെ അല്ലായിരുന്നു. 12 അങ്ങനെയല്ല. 12 അങ്ങനെയല്ല ജനറൽ ലോഡ് വരുന്നത്. ഇവിടെ സിമ്പിൾ ജനറൽ ലോഡാണ്. എന്താ വെച്ചാൽ റെസിപ്പിയൻ്റെ ലൊക്കേഷൻ ഉണ്ട്, അങ്ങനെയാണ് റെസിപ്പിയൻ്റെ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി അതില്ല ഇല്ലാന്നുണ്ടെങ്കിൽ സപ്ലൈയുടെ ലൊക്കേഷൻ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കും. ഓക്കെ, ഇത് ജനറൽ റൂളാണ്, പഠിച്ചു വെച്ചോ. കാരണം സ്പെസിഫിക് റൂളിൽ വരാത്ത ഏതും പിന്നെ ഏതൊക്കെ പോവുക? ജനറൽ റൂളിലാണ് പോവുക. അത് അവിടെയും അങ്ങനെ തന്നെയായിരുന്നു, സെക്ഷൻ 12 അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, നോക്കാം. സെക്ഷൻ 12 നോക്കാം. നോക്കിക്കേ, സോറി, സെക്ഷൻ 13 നോക്കാം. സെക്ഷൻ 13 സബ്സെക്ഷൻ 3 പറയുന്നത് സർവീസസ് സപ്ലൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് which are made to be available physically available by the recipient of services to the supplier of service or to a person acting on behalf of the supplier of service in order to provide the services. Note, thus the place of supply of services in respect of goods. ഇത് അവിടെ നിൽക്കട്ടെ, ഈ നോട്ട് അവിടെ നിൽക്കട്ടെ. ആദ്യം എന്താ പറഞ്ഞത്? അതായത് സർവീസ് സപ്ലൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ആണ്, ഗുഡ്സിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ളതാണ്. പക്ഷേ വിച്ച് ആർ റിക്വയർഡ് ടു ബി മെയ്ഡ് അവൈലബിൾ ഫിസിക്കലി അവൈലബിൾ ബൈ ദ റെസിപ്പിയൻ്റ് ഓഫ് സർവീസ്. ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു സർവീസാണ്, പക്ഷേ ആ സർവീസ് ചെയ്യണമെങ്കിൽ ഫിസിക്കലി അവൈലബിൾ ആവണം. ഓക്കെ, ആ ഫിസിക്കലി അവൈലബിൾ ആവണം. അപ്പോൾ ഫിസിക്കലി എന്ന് വെച്ചാൽ ഒന്നുകിൽ ഫിസിക്കലി അവൈലബിൾ ആയ ആ ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ. മിസ്റ്റർ എക്സ് ഇമ്പോർട്ട്സ് എ മെഷീൻ ഫ്രം ജർമ്മനി ഫോർ ബീങ് ഇൻസ്റ്റാൾഡ് ഇൻ ഹിസ് ഫാക്ടറി അറ്റ് ന്യൂഡൽഹി. ജർമ്മനിയിൽ നിന്നാണ് ഇമ്പോർട്ട്. അപ്പോൾ ജർമ്മനിയിൽ നിന്നാണ് സപ്ലയർ ഉള്ളത്, ശരിയല്ലേ? ന്യൂഡൽഹിയിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ടു ഇൻസ്റ്റാൾ സച്ച് മെഷീൻ മിസ്റ്റർ എക്സ് ടേക്സ് സർവീസ് ഓഫ് ആൻ എഞ്ചിനീയർ. ഓക്കെ, സർവീസ് എടുക്കണം. അപ്പോൾ ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ട ഒരു മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു സർവീസ് എടുക്കുകയാണ്. ഹു കംസ് ടു ഇന്ത്യ ഫ്രം ദി ജർമ്മനി ഫോർ ദി സ്പെസിഫിക് ഇൻസ്റ്റാളേഷൻ. ഇതാണ് ആ എക്സാമ്പിൾ. അതായത് ആ ആൾ ഇവിടെ അവൈലബിൾ ആവണം. ആ സപ്ലൈ ചെയ്യുന്ന ആ സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾ അവിടെ ഫിസിക്കലി അവൈലബിൾ ആവണം, എന്നാലേ സംഭവം നടക്കുള്ളൂ. അങ്ങനത്തെ കേസ്. ഓക്കെ, അതാണ് ഒരു കേസ് പറയുന്നത്. രണ്ടാമത്തെ കേസ്, ആ നോട്ട് അവിടെ നിൽക്കട്ടെ. സർവീസ് സപ്ലൈഡ് ടു ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റഡ് either as a recipient of service or a person acting on behalf of the recipient which require the presence of the recipient or the person acting on his behalf with the supplier for the supply of service. അതായത് ഇപ്പോൾ ചിലർക്ക് റെപ്രസെൻ്റ് ചെയ്തായിരിക്കും, അതാണ് റെപ്രസെൻറ്റഡ് either ആസ് എ റിസീപ്യൻ്റ് ഓഫ് സർവീസ് അല്ലെങ്കിൽ ഏജൻറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെയും ഫിസിക്കൽ പ്രസൻസ് മേലെ പറഞ്ഞാൽ തന്നെ, പക്ഷേ അവിടെ ഒരു എന്താ പറയുക, സർവീസ് സപ്ലൈഡ് ടു ആൻ ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റഡ് either as the recipient ആവാം, അല്ലെങ്കിൽ അയാളുടെ ഏജൻ്റ് ആയിരിക്കാം, പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ വേണം. ഓക്കെ, മേലെ പറഞ്ഞ അതേപോലെ തന്നെ. എന്താണ് ഈ നോട്ട്? ദസ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഫോർ എനി ജോബ് വർക്ക് ഓർ എനി അതർ പ്രോസസ് എക്സെട്ര ആൻഡ് എക്സ്പോർട്ടഡ് ആഫ്റ്റർ സച്ച് ജോബ് വർക്ക് ഓർ പ്രോസസ് വിത്തൗട്ട് ബീങ് പുട്ട് ടു എനി അതർ യൂസ് വിൽ ബി ഡിറ്റർമൈൻ ഇൻ അക്കോർഡൻസ് വിത്ത് 13(2). അതായത് ഇപ്പം ചില ഈ ജോബ് വർക്കിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരും, എന്നിട്ട് ഇന്ത്യയിൽ അത് പണിയെടുത്തിട്ട് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യും. സോ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നില്ല അത്. ജോബ് വർക്ക് പ്രോസസ്സിന് വേണ്ടി, ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ജോബ് വർക്കിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിന് അത് ഇവിടെ കൂട്ടണ്ട, അത് ജനറൽ റൂൾ അനുസരിച്ച് തന്നെ എടുത്താൽ മതി എന്നാണ് പറയുന്നത്.
കാരണം ഫിസിക്കലി അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിക്ക് കൊണ്ടുവരണ്ട. ജോബ് വർക്കിന് കൊണ്ടുവരുന്ന ഇന്ത്യയിൽ യൂസ് ചെയ്യാത്ത പുട്ട് യു എനി അതർ യൂസ്, അതാ പറഞ്ഞത് ഇവിടെ വേറെ യൂസ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ യൂസ് ദ സെക്ഷൻ 13 സബ്സെക്ഷൻ 2 ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഇത് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ഷോർട്ട്, ഇതിന് പ്ലേസ് ഓഫ് സപ്ലൈ ഞാൻ സ്റ്റിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒറ്റയടിക്ക് പറയാം, ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർവീസ്, സംതിങ് ഗുഡ്സ് എന്തോ ആവാം, ഒരു സർവീസാണ് ചെയ്യുന്നത്, പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ വേണം. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ? ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ലൊക്കേഷൻ വെർ ദി സർവീസസ് ആക്ച്വലി പെർഫോം. എവിടെ നിന്നിട്ടാണോ സർവീസ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ഇതാണ്, ഇത്രേ ഉള്ളൂ. എവിടെ നിന്നിട്ടാണോ സർവീസ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ്. വെൻ സച്ച് സർവീസ് ആർ പ്രൊവൈഡഡ് ഇൻ എ റിമോട്ട് ലൊക്കേഷൻ, ഇനിയിപ്പോൾ റിമോട്ട് ലൊക്കേഷനിൽ ഇലക്ട്രോണിക് മീൻസ് കൂടെ അല്ലെങ്കിൽ റിമോട്ടഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ലൊക്കേഷൻ വെർ ദി ഗുഡ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ആ ഗുഡ്സ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അത്. ഇപ്പോൾ റിമോട്ടായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സാധനം എവിടെയാണോ ചെയ്യുന്നത്, ആ സാധനം എവിടെയാണോ ഉള്ളത് അത് അതിൻ്റെ ആ പ്ലേസ് ആണ് എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. ഓക്കെ, നത്തിങ് കണ്ടെയ്നിങ് ദിസ് ക്ലോസ് ഷാൽ അപ്ലൈ ഇൻ ദിസ് കേസ് ഇൻ ദി കേസ് ഓഫ് സർവീസ് അപ്ലൈ ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് വിച്ച് ആർ ടെമ്പററിലി ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഫോർ റിപ്പയർസ് ഓർ ഫോർ എനി അതർ ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് ആൻഡ് ആർ എക്സ്പോർട്ടഡ് ആഫ്റ്റർ സച്ച് റിപ്പയർ ഓർ ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് വിത്തൗട്ട് ബീങ് പുട്ട് ടു യൂസ് എനി അതർ. മേലെ ഈ സാധനം തന്നെ, അതായത് നോട്ട് പറഞ്ഞ്, അതായത് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രോസസ്സിന് വേണ്ടി കൊണ്ടുവരുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, ദെൻ അതേപോലെ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന കേസിൽ ഈ പ്രൊവിഷൻ അനുസരിച്ചല്ല വരിക, സെക്ഷൻ 13 സബ്സെക്ഷൻ 2 ജനറൽ ക്ലോസ് അനുസരിച്ച് എടുത്താൽ മതി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഈ കേസിലും സെയിം ആണ് കേട്ടോ. അതായത് ലൊക്കേഷൻ വേർ ദി സർവീസസ് ആർ ആക്ച്വലി പെർഫോം. ഇപ്പോൾ ഏജൻറ്റ് മുഖാന്തരമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എന്താണ് ആക്ച്വലി, അപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സെക്ഷൻ 13 സെക്ഷൻ 3 പ്രകാരം എങ്ങനെയാണ് ആക്ച്വലി ആ പ്ലേസ്, ആ ലൊക്കേഷൻ, അതായത് ആക്ച്വലി ആ പെർഫോം ചെയ്യുന്നത് എവിടെയാണോ ആ പെർഫോം ചെയ്യുന്ന സ്ഥലമാണ് എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ മേലെ പറഞ്ഞതിൽ ന്യൂഡൽഹിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് എവിടെയാണ്, ന്യൂഡൽഹി. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്, ന്യൂഡൽഹി. ദാറ്റ്സ് ഓൾ. Okay, so section 13 subsection 3 കഴിഞ്ഞു. Next, services supplied directly in relation to an involved property, including services supplied in this regard by experts and estate agents, supply of accommodation by a hotel, in a guest house, club or campsite, whatever name called, grant of rights of to use involved property, service for carrying out or coordination of construction work, including that of architects or interior decorators. നമ്മൾ സെക്ഷൻ 12 പറഞ്ഞിരുന്നല്ലോ, ഇൻവോൾവ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വല്ല സർവീസും വരികയാണെന്നുണ്ടെങ്കിൽ, ഇമ്മൂവൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്, ആ ഇമ്മൂവൽ പ്രോപ്പർട്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇവിടെ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ റൂളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇമ്മൂവൽ പ്രോപ്പർട്ടി എവിടെയാണോ ആക്ച്വലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ലൊക്കേറ്റ് ചെയ്ത പ്ലേസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. വെരി സിമ്പിൾ. ഓക്കെ, അത് എന്തൊക്കെയാവാം, പലതും ആവാം. ഇവിടെ പറയുന്നുണ്ട് റെൻറ്റിന് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒരു എക്സ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ സർവീസ് ആവാം, ഹോട്ടൽ അക്കോമഡേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സർവീസ് ആവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് പോസ് ആൻഡ് റീഡ് ദിസ് എക്സാമ്പിൾ. സൈഡിലുള്ള ഒന്ന് പോസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം, നമുക്ക് റീഡ് ചെയ്തെടുക്കാം. എക്സാമ്പിൾ നോക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് 5, 4, 3ഉം 4ഉം കഴിഞ്ഞ് 5. സർവീസസ് സപ്ലൈഡ് ബൈ വേ ഓഫ് അഡ്മിഷൻ ടു ഓർ an organization of a cultural, artistic, sporting, scientific, educational or entertainment event or a celebration, conference, fair, exhibition or similar events, and of services ancillary to such admission or organization. നമ്മളെ ഈ അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി ഇല്ലേ, എന്തെങ്കിലും ഒരു ഇവൻറ്റൊക്കെ അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി, ഇവിടെ സെയിം എന്താണ്, ആക്ച്വലി ആ ഇവൻറ്റ് നടക്കുന്നത് എവിടെയാണോ അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. സെപ്പറേറ്റ്ലി വേറെ ഒന്നും പറയുന്നില്ല, ആക്ച്വലി ഇവൻറ്റ് എവിടെയാണോ നടക്കുന്നത് അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, നെക്സ്റ്റ്, where any services referred to in subsection 3 or subsection 4 or subsection 5 supplied in more than one location including a territory. അപ്പം മേലെ പറഞ്ഞ 3, 4, 5, 3 ഏതായിരുന്നു, ഗുഡ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ്, ഇൻവോൾവ് പ്രോപ്പർട്ടി എന്തെങ്കിലും, 4 എന്തായിരുന്നു, ഇൻവോൾവ് പ്രോപ്പർട്ടി റിലേറ്റഡ് എന്തെങ്കിലും സർവീസ്, ആൻഡ് 5 എന്തായിരുന്നു, നമ്മുടെ ഈ ഓർഗനൈസേഷൻ, ഇവൻറ്റ് ഓർഗനൈസേഷൻ ഇതിലുള്ള അഡ്മിഷൻ. ഈ കേസ് മോർ ദാൻ വൺ ടെറിട്ടറിയാണ് നടക്കുന്നത്, അതായത് മോർ ദാൻ വൺ ലൊക്കേഷനാണ്. അതിലൊരു മോർ ദാൻ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പല കൺട്രീസിലാവും, എന്തോ ആവാം അവിടെ. ഓക്കെ, മോർ ദാൻ വൺ ലൊക്കേഷൻ ഉണ്ട്, പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്ന് ടാക്സബിൾ ടെറിട്ടറിയിലാണെങ്കിൽ, ടാക്സബിൾ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ടാക്സബിൾ ടെറിട്ടറി ഉള്ളതാണ് പ്ലെയിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വരും. അപ്പം കുറേ കൺട്രീസ് വരുന്നുണ്ട്, അതിലൊന്നും ഇന്ത്യയില്ല, പക്ഷേ ഏതെങ്കിലും ഒന്ന് ഇന്ത്യയിൽ, അപ്പോൾ ഒന്ന് ന്യൂഡൽഹി, പിന്നെ ഒന്ന് ചൈന, ഒന്ന് അമേരിക്ക, അങ്ങനെ പോകുന്നത്. അപ്പം ടാക്സബിൾ ടെറിട്ടറി ഏതെങ്കിലും ഒന്നും വന്നില്ല, പിന്നെ അത് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കും. അപ്പോൾ കുറേ ഉണ്ട്, കുറേ ഇപ്പോൾ ഇവൻറ്റ് നടക്കുന്നത് പല 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 സ്ഥലത്താണ്, പക്ഷേ അതിൽ ഒരു സ്ഥലം ഇന്ത്യ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇന്ത്യ ആ ലൊക്കേഷൻ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുമെന്നാണ് പറയുന്നത്. അതിന് മോർ ദാൻ വൺ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡിങ് ഒരു ടാക്സബിൾ ടെറിട്ടറി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കും. ഇനി ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ മോർ ദാൻ വൺ സ്റ്റേറ്റ് ആണെങ്കിലോ, നമ്മൾ റൂളിലോട്ട് പോവാണ്. മോർ ദാൻ വൺ സ്റ്റേറ്റ് വരാന്നുണ്ടെങ്കിലോ, ഇപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റിൽ, ഇപ്പം ഇതിന് 3 ഒരേ റൂളാട്ടാണ്, 3, 4ഉം 5 ഒരുമിച്ചാണ് പറയുന്നത്, മൂന്ന് കേസ് ഒരുമിച്ചാണ് പറയുന്നത്. അതിനാണ് 6 ക്ലോസും 7 ക്ലോസും അതിനാണ് കൊടുത്തത്.
മോർ ദാൻ വൺ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടോ നോക്കുക. സംതിങ് സെപ്പറേറ്റ്ലി കളക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ടേംസ് ഓഫ് കോൺട്രാക്റ്റിൽ വല്ലതും പറയുന്നുണ്ട്, സെപ്പറേറ്റ്ലി എമൗണ്ട് കളക്ട് ചെയ്യാൻ സെപ്പറേറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റൂൾ 7, 8, 9 ഓഫ് IGST റൂൾസ് എടുക്കുക. നമ്മളവിടെ റൂൾ കുറേ പറഞ്ഞിരുന്നില്ല, റൂൾ 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ റൂൾ 7, 8, 9 പറയുന്നുണ്ട്. നമുക്ക് റൂൾ 7, 8, 9 പോയി നോക്കിയാലേ ഇനി ബാക്കി പറയാൻ പറ്റുള്ളൂ. പോയി നോക്കാം. റൂൾ 7 ഓക്കെ. ഇൻ ദി കേസ് ഓഫ് സർവീസസ് സപ്ലൈ, ഇത് നമ്മളെ മറ്റേ ഇവിടെ അത് പറയാണ്, റെസ്പെക്ട് ഓഫ് ഗുഡ്സിൻ്റെ കേസാണ് 7. റൂൾസ് ആ ഓർഡറിലാണ് പോകുന്നത്. സെക്ഷൻ 13 സബ്സെക്ഷൻ 3 ഗുഡ്സിൻ്റെതായിരുന്നു. ഗുഡ്സിൻ്റെ റൂളാണ് റൂൾ 7 പറയുന്നത്. ആ സംഭവം പറയുന്നത് ഇവിടെ സെയിം ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഫിസിക്കലി അവൈലബിൾ അല്ല, ഫിസിക്കലി അവൈലബിൾ ആവണം. ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഏതെങ്കിലും ഒരാൾ ഇന്ത്യയിൽ, ഏതെങ്കിലും ഒരാൾ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, മോർ ദാൻ 1 സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ ഇൻ ദി ഫോളോയിങ് മാനർ, ഇത് മാത്രം നോക്കിയാൽ മതി, മറ്റേത് തിയറിയാണ്. ഇൻ ദി കേസ് ഓഫ് സർവീസസ് സപ്ലൈഡ് ഓൺ ദി സെയിം ഗുഡ്സ് ബൈ ഈക്വലി ഡിവൈഡിങ് ദി വാല്യൂ ഓഫ് സർവീസ് ഇൻ ഈച്ച് ഓഫ് ദി സ്റ്റേറ്റ് വേർ സർവീസ് ആർ മീൻസ് ഒരു സെയിം ഗുഡ്സിൻ്റെ മുകളിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒറ്റ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഗുഡ്സിൻ്റെ മുകളിൽ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യാം. അതായത് ഓരോ സ്റ്റേറ്റിൽ എത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കുക, ആ സ്റ്റേറ്റിൻ്റെ എത്ര ചെയ്തിട്ടുള്ളതനുസരിച്ച് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല ഡിഫറെൻറ്റ് ഗുഡ്സ് ആണ്, പല ഗുഡ്സിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ എടുക്കുക, ഇൻവോയ്സ് വാല്യൂയുടെ റേഷ്യോ എടുക്കുക. ഓരോ സ്റ്റേറ്റിലെ ഇൻവോയ്സ് വാല്യൂയുടെ റേഷ്യോ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ അതിക്ക് നമ്മളെ പ്രൈസ് ഓഫ് സപ്ലൈ കാണുക. ഓക്കെ. നെക്സ്റ്റ്, ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ, മേലെ പറഞ്ഞ കേസൊന്നും അല്ല, അതായത് റെസിജ്വൽ ക്ലോസ് ആണ് മേലെ പറഞ്ഞ കേസൊന്നും അല്ല, അതാണ് സർവീസസ് സപ്ലൈഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് റെസിജ്വൽ ക്ലോസ് ആയിട്ട് പറയുകയാണ്, ഗ്യാപ്പ് അനുസരിച്ച് എടുക്കാൻ. മേലെ പറഞ്ഞ രീതിക്കൊന്നും ഗുഡ്സ് അനുസരിച്ചല്ല, ഇൻഡിവിജ്വൽ അനുസരിച്ചാണ്. അതായത് പെർട്ടിക്കുലർ ഗുഡ്സിൻ്റെ കാൽക്കുലേഷൻ ഒന്നും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഇന്ന ഗുഡ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഡു വാസ് ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കാൻ പറഞ്ഞു. ആ ഒരു എക്സാമ്പിൾ ഉണ്ട്, യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്, പോസ് ആൻഡ് റീഡ് ഇറ്റ്. ഈ ഒരു എക്സാമ്പിൾ ഓക്കെ, റീഡ് ചെയ്താൽ നന്നായിരിക്കും. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റീഡ് ചെയ്താൽ മതി. ഓക്കെ. റൂൾ 8, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സപ്പ് മീ. ഞാൻ വെറുതെ ഇനി ആ സിമ്പിൾ എക്സാമ്പിളാണ്, വെറുതെ വായിച്ച് നമ്മൾ സമയം കളയണ്ട. യു ക്യാൻ റീഡ് ആൻഡ് യു ക്യാൻ, അങ്ങനെ അത് മതി. ഈ റൂൾ 8 നമ്മൾ ഇൻവോൾവ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ്. ഓക്കെ, ഇതും ഇൻട്രൊഡക്ഷൻ ആണ്. ഇങ്ങനെ വന്നിട്ട് ഇനി നോക്കട്ടാ. ഷാൽ ബി ഡിറ്റർമൈൻഡ്, ഈ കേസിൽ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? റൂൾ 4 അനുസരിച്ച്. ഏത് റൂൾ 4? നമ്മൾ 12 പറഞ്ഞ റൂളില്ലേ, ആ സെയിം റൂൾ യൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ റൂൾ 8 ഈസ് ഈക്വൽ ടു റൂൾ 8 റൂൾ 8 ഈസ് ഈക്വൽ ടു റൂൾ 4, സെയിം റൂൾ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ഈ റൂൾ തന്നെയാണ് നോക്കാം. ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്, നമ്മൾ അഡ്മിഷൻ്റെ കേസ് ഇത് നോക്കണം കേട്ടോ. താഴെ വന്നിട്ട് ഏത് റൂൾ എടുക്കാനാണ് പറയുന്നത്? ഷാൽ ബി ഡിറ്റർമൈൻഡ് ബൈ അപ്ലൈങ് പ്രൊവിഷൻ ഓഫ് റൂൾ 5. നമ്മൾ അവിടെ പഠിച്ച സെക്ഷൻ 12 പഠിച്ച റൂൾ 5 എടുക്കാനാണ് ഇവിടെ പറയുന്നത്. സോ വി ക്യാൻ സേ റൂൾ 9 ഈസ് ഈക്വൽ ടു റൂൾ 5. ഓക്കെ, വെരി സിമ്പിൾ. കഴിഞ്ഞു. ഓക്കെ. നമ്മൾ തിരിച്ച് നമ്മൾ പോർഷനിലോട്ട് തന്നെ വരാം. സോ വി ഡൺ 7 കഴിഞ്ഞ് നമുക്ക് 8 നോക്കാം. 8 എന്ന സർവീസ് സപ്ലൈഡ് ബൈ എ ബാങ്കിങ് കമ്പനി ഓർ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ NBFC ടു അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഓഫ് സർവീസ്. ശ്രദ്ധിക്കണേ, ഇവിടെ ബാങ്കിങ് കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് എന്തെങ്കിലും സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആണ് എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. ഇന്റർമീഡിയറി സർവീസസ്, ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന സർവീസസ് ഇല്ല, അങ്ങനെ അതാണ് ഇന്റർമീഡിയറി സർവീസസ്. ഇനി ഇവിടെ ഒരു നോട്ട് ഉണ്ട്, സർവീസസ് പ്രൊവൈഡ് ബൈ ഇന്റർമീഡിയറി വെൻ ദി ലൊക്കേഷൻ ഓഫ് ബോത്ത് സപ്ലയർ ആൻഡ് റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ദി ഔട്ട്സൈഡ് ടാക്സബിൾ ടെറിട്ടറി ഈസ് എക്സം ഫ്രം GST. സപ്ലയറും റെസിപ്പിയന്റും ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എക്സംപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ദെൻ ഇന്റർമീഡിയറി ആണെങ്കിലും എന്താണ്? ഇത് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. അതേപോലെ സർവീസസ് കൺസിസ്റ്റിംഗ് ഓഫ് ഹയറിംഗ് ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡിംഗ് യാറ്റ്സ് ബട്ട് എക്സ്ക്ലൂഡിംഗ് എയർക്രാഫ്റ്റ് ആൻഡ് വെസൽ അപ് ടു എ പീരീഡ് ഓഫ് എന്നുണ്ട്. നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ ഹയറിങ്ങിൽ എടുക്കുക. ഈ യാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നമ്മുടെ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തിനാ പറയുക, നമ്മൾ വയനാടൊക്കെ പോകില്ലേ, നമ്മൾ ബോട്ടിംഗ് സർവീസ് നടത്തുന്ന സാധനമില്ലേ, ബോട്ടിംഗ് നടത്തുന്നതിനാണ് യാറ്റ്സ് എന്ന് പറയുന്നത്. സ്പീഡ് കുറഞ്ഞ ബോട്ടോ അങ്ങനെന്താണ് അതിന് വിളിക്കുക. അപ്പം അങ്ങനത്തേനൊക്കെ ഹയറിംഗ് ഒക്കെ ചെയ്യുന്നതിനൊക്കെ ആ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. ഓക്കെ, ഇതൊന്നും ഈ ഇന്റർമീഡിയറ്റ് നോക്കി വെച്ചോ, ഇത് നോക്കി വെച്ചോ, ഇതിലുണ്ട് സപ്ലൈയുടെ ലൊക്കേഷൻ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, മറ്റേത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അതർ ദാൻ ബൈ ഓഫ് മെയിൽ ഓർ കൊറിയർ. ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, മെയിലും കൊറിയറും അല്ലാത്ത വേറെ ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓഫ് സച്ച് ഗുഡ്സിൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണോ അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ.
പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്നാണ് എംബാർക്ക് ചെയ്യുന്നത്, ആ എംബാർക്ക് ചെയ്യുന്ന ആ ജേണി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ജേണിയാണ് ആ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി സർവീസസ് പ്രൊവൈഡഡ് ഓൺ എ ബോർഡ് കൺവെയൻസ് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ഫാസ്റ്റ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ ഇൻക്ലൂഡിംഗ് സർവീസസ് ഇൻ വോളിയർ സബ്സ്റ്റൻഷ്യലി കൺസ്യൂംഡ് വൈൽ ഓൺ എ ബോർഡ്. നമ്മളെ ഈ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിലൂടെ, അതാണ് ഓൺ എ ബോർഡ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിലൂടെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ എയർക്രാഫ്റ്റിലൊക്കെ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ സർവീസ് ചെയ്യുന്ന അങ്ങനത്തെ സർവീസ് ചെയ്ത് കൊടുക്കുന്നതിൽ ഇവിടെ എന്താ പറയുന്നത്, എവിടെയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ഓൺലൈൻ ഇൻഫർമേഷൻ ഡാറ്റാബേസ് ആക്സസ് റിട്രീവൽ OIDR സർവീസ്. OIDR സർവീസ് ആക്ച്വലി എന്താ, ഈ പുറത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഈ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് ആക്സസിങ്, അതൊക്കെയാണ് ആക്ച്വലി ഈ OIDR സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഓക്കെ, അപ്പോൾ OIDR സർവീസസിൻ്റെ കേസിൽ ലൊക്കേഷൻ ഓഫ് ദി റിസീപ്പിയൻ്റ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. റിസീപ്പിയൻ്റെ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അത് മതി. ഇവിടെ എപ്പോഴാണ് നമ്മളെ ലൊക്കേഷൻ എടുക്കുക, ആ എക്സ്പ്ലനേഷനാണ്. അത് വേണ്ട, നമുക്കത് വേണ്ട, അത് മതി. പിന്നെ ഒരു ലാസ്റ്റ് ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, ഡബിൾ ടാക്സേഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കാരണം വെച്ചാൽ പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ വരുന്ന കേസും കൂടിയല്ലേ. അപ്പോൾ ഡബിൾ ടാക്സേഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതർ സർവീസ് മീൻസ് വേറെ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫൈ ചെയ്യാം, ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഇതാണ്, ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഇതാണ്, പിന്നീട് നോട്ടിഫൈ ചെയ്യാൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 13 സബ്സെക്ഷൻ 3. അതും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ OIDRൻ്റെ ഇത് മാത്രം നോക്കിയാൽ മതി. ഇന്നൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. മീൻസ് ലൊക്കേറ്റ് ടാക്സബിൾ ടെറിട്ടറിയാണ് ലൊക്കേഷൻ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയുന്നത്. യു ക്യാൻ ജസ്റ്റ് റീഡ്, വേണമെങ്കിൽ ഇതൊന്ന് റീഡ് ചെയ്യാം. നോൺ ടാക്സബിൾ ഓൺലൈൻ റിസീപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത്. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺ, നമ്മളെപ്പോലത്തെ ആൾക്കാരല്ലേ, ആ കേസാണ് പറയുന്നത്. നമ്മൾ വല്ല ഡൗൺലോഡിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൊക്കേഷനാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക, ലൊക്കേഷൻ ഓഫ് ദി റിസീപ്മെന്റ്. അതാണ് അതിൻ്റെ ഉദ്ദേശിച്ചത്. ഈ സർക്കുലർ നമ്മൾ റീഡ് ചെയ്താണ്. ITCൻ്റെ കേസിൽ നമ്മളെ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൻ്റെ ഒരു ITCൻ്റെ കയ്യിലല്ലേ ആ സംഭവം നമ്മൾ റീഡ് ചെയ്ത ഓൾറെഡി. ദെൻ എല്ലാ ക്ലാരിഫിക്കേഷൻ, ഈ ക്ലാരിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ്. ഇതൊരു കോൺഫ്ലിക്റ്റ് വരുന്ന ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, വായിച്ചു നോക്കാം. സർവീസസ് ഓഫ് എ ഷോർട്ട് ടൈം അക്കോമഡേഷൻ, കോൺഫറൻസിങ്, ബാങ്ക്വറ്റിംഗ്, okay, to a SES developer, SES unit, whether to be treated as interstate supply or intrastate supply. അപ്പോൾ ഒരു സെസ് യൂണിറ്റിന്, ഒരു സെസ് ഡെവലപ്പറിന് ഓക്കെ, ഒരു അക്കോമഡേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോട്ടൽ അക്കോമഡേഷൻ, ഇമോൾ പ്രോപ്പർട്ടിയുടെ വല്ല സർവീസും കൊടുക്കുകയാണെങ്കിൽ അതിന് ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ടാണോ ഇന്റർ സ്റ്റേറ്റ് ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെസ്സിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ അത് ഇന്റർ സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഈ ക്ലാരിഫിക്കേഷൻ വന്നത് നമുക്ക് നോക്കാം. As discussed as per section 7B, supply foods or services or both to a CES developer shall be treated as supply in the course of interstate. നമുക്കറിയാം സെക്ഷൻ 7 അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്, സെസ്സിലോട്ട് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇന്റർസ്റ്റേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. However, as per section 12(3)(c), the place of supply of service by way of accommodation in any immovable property for organizing any function shall be the location at which immovable property is located. നമ്മളെ 12(3)(c) പറയുന്നുണ്ട്, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്, അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് നമ്മൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കോൺഫ്ലിക്റ്റ് വരികയാണ്. ഓക്കെ, ദാസ് ഇൻ സച്ച് കേസ് ഇഫ് ദ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് ദി പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഇൻ ദി സെയിം സ്റ്റേറ്റ്, സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരേ സ്റ്റേറ്റിലാണ്, ഇറ്റ് വുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ശരിയല്ലേ? അല്ല, സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈ ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുക? യെസ്, ഷുവർ. It is an established principle of interpretation of statutes that in case of an apparent conflict between two provisions, the specific provision shall prevail over the general provision. In the instant case, section 7(5)(b) of the IGC is a specific provision related to supply of goods or services or both made to a CES developer or a CES unit, which states that supplies shall be treated as interstate supply. It is therefore clarified that service of a short-term accommodation conferencing provided to CES developer or CES unit shall be treated as interstate. അതായത് ഇപ്പോൾ സെസ് ആ ഭാഗത്തുള്ള, അതായത് സെസ് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഉള്ള ഒരു ഹോട്ടൽ സെസ് യൂണിറ്റ് സെസ്സിലെ മറ്റൊരു യൂണിറ്റിന് എന്ത് ചെയ്ത് അക്കോമഡേഷൻ സർവീസ് കൊടുത്തു, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സർവീസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആകുമ്പം അതിൻ്റെ പ്ലേസ് ഓഫ് സബ്, അതായത് അത് ഇൻ്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കാരണം ഒരേ സ്റ്റേറ്റിൽ വരുന്നതാണ്, എന്നുവെച്ചാൽ സപ്ലയറും ആ ലൊക്കേഷനാണ്, സെസ്സും ആ ലൊക്കേഷനാണ്, രണ്ടും ഒരേ ലൊക്കേഷനാണ്. അപ്പം അങ്ങനെ ആകുമ്പം അതിനെ ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇൻ്റർ സ്റ്റേറ്റ് ആണോ ട്രീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്? ഇൻ്റർ സ്റ്റേറ്റ്. കാരണം സെക്ഷൻ 12(3)(c)
ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്ന സെക്ഷൻ ഏതാ? ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 7(5)(b) ആണ്. കാരണം സെസ്സിനെ കുറിച്ച് മാത്രം പറയുന്ന സെക്ഷനാണത്. മറ്റേത് ജനറൽ പ്രൊവിഷൻ, അതായത് ജനറലി പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ. ഇപ്പോൾ സെസ്സിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിവെയിൽ ചെയ്യും മറ്റേനേക്കാളും. ഇങ്ങനെയാണ് നിയമത്തിൻ്റെ കളി. അപ്പോൾ അത് പ്രിവെയിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെസ്സിലോട്ട് അവിടെ നിന്നാലും സെസ്സിലോട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇന്റർ സ്റ്റേറ്റ്. ഓക്കെ, ഇതൊരു മുമ്പൊരു ക്ലാരിഫിക്കേഷനായിട്ട് ഒരു ഡൗട്ടായി വന്നപ്പോൾ ക്ലാരിഫിക്കേഷനായിട്ട് ഇട്ടതാണ്. ഓക്കെ, ഇത് വേണ്ട, റീഡ് ഓൺലിയാണ്. ഞാൻ എല്ലാ ക്ലാരിഫിക്കേഷനും ബുക്കിൽ ഇട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ആണെങ്കിലും വ്യൂ ചെയ്ത് നോക്കാമെന്നുള്ളതില്ല. അപ്പോൾ ഞാൻ ചിലതിൽ പറഞ്ഞിട്ടുണ്ട്, റീഡ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് ആൻഡ് സ്കിപ്പ് ആ സംഭവത്തിന് വേണ്ടിയിട്ടാണത്. കാരണം നമ്മളെ പ്രാക്ടീസ് പർപ്പസിനും ഏതെങ്കിലും ഒരു ഏരിയ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നോക്കാൻ എളുപ്പം. കാരണം സർക്കുലർ എല്ലാം ഒരേ ഇതിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുമുണ്ട്. മിസ്ലീനിയസ് നോട്ട്സിൽ സാറ്റലൈറ്റിൻ്റെ കേസൊന്നും വേണ്ട. ഓക്കെ, എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവീസിൻ്റെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ്, സപ്ലയർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ശരിയല്ലേ? ഇന്ത്യയിലാണ് എക്സ്പോർട്ട് ആവണമെങ്കിൽ സപ്ലയർ ഇന്ത്യയിൽ ലൊക്കേറ്റഡ് ചെയ്യണം. റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. റെസിപ്പിയൻ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോഴേ എക്സ്പോർട്ട് ആവുള്ളൂ. യെസ്. ഇനി അത് മാത്രമല്ല, പേയ്മെൻറ്റ് ഓഫ് സച്ച് സർവീസ് ഹാസ് ബീൻ റിസീവ്ഡ് ബൈ സപ്ലയർ ഇൻ കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ഇന്ത്യൻ റുപ്പീസ് വെറെവർ പെർമിറ്റഡ് ബൈ ദി RBI. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടേണ്ടത് ഫോറിൻ എക്സ്ചേഞ്ചിലായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലായിരിക്കണം ഇഫ് പെർമിറ്റഡ് ബൈ RBI. മതി. പിന്നെ എന്താണ് ഈ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ലൊക്കേഷൻ ഓഫ് സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവരുടെ ഏതൊക്കെ പ്ലേസ് അതിൽ പെടും, അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഒക്കെ പെടുമോ, അങ്ങനെയൊക്കെ പറയുന്നത്. യു ക്യാൻ ജസ്റ്റ് പോസ് ആൻഡ് റീഡ് ഇറ്റ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഈ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ്, ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നില്ലേ, ജസ്റ്റ് വൺ ടൈം ആ ABCD എന്ന് വായിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ലീവ് ഇറ്റ്, അത്ര മതി. പോസ് ആൻഡ് റീഡ്, ജസ്റ്റ് പോസ്, റീഡ്, സ്കിപ്പ്, അത്രേ ഉള്ളൂ. ഓക്കെ, അതേപോലെ സർക്കുലേഷൻ ഓഫ് ദി സപ്ലയർ. ഓക്കെ, കഴിഞ്ഞു. പ്ലേസ് ഓഫ് സപ്ലൈ ഫിനിഷ്. ഷാൽ വി ഡു സം MCQ? നോക്കാം. താമരക്ഷം പിള്ളൈ കൺസൾട്ടൻസ് ലൊക്കേറ്റഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ GST in Gurugram. Haryana provided architectural services to Unni Limited, located and registered under GST in Mumbai, Maharashtra, for its hotel to be constructed and situated in Dubai. ഇത് സെക്ഷൻ 12 വരുമോ 13 വരുമോ? താമരക്ഷം പിള്ള എവിടെയുള്ളതാ? ഗുരുഗ്രാം. ഉണ്ണി എവിടെയുള്ളതാ? മുംബൈ. സോ സെക്ഷൻ 12. എന്ത് റിലേറ്റഡ് സർവീസാ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് സർവീസ്, കൺസ്ട്രക്ഷൻ അല്ല, ലാൻഡ്. ഔട്ട്സൈഡ് ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തോ ലാൻഡിൻ്റെ എന്തോ കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം, ലാൻഡിൽ എന്തോ കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. അങ്ങനെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണ്? പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ആർക്കിടെക്ട്. ഇതിൽ അധികം ആൾക്കാരും തെറ്റിക്കും. നമ്മളെന്ത് ചെയ്യും? ആക്ച്വലി പ്ലേസ് ലൊക്കേറ്റ് ചെയ്ത് വെക്കുന്നത്, അല്ലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകുമ്പോൾ ലൊക്കേഷൻ, അതിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ ഏതാണ്, അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയും. അല്ല, ഇവിടെ ഏതാ വരിക? മുംബൈ. എങ്ങനെ മുംബൈ വരിക? കാരണം അവിടെ ഔട്ട്സൈഡ് ഇന്ത്യയാണ് എന്ത്, ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലെ ലൊക്കേഷൻ വരുന്നത്. സോ അങ്ങനത്തെ കേസിൽ എന്തെടുക്കാനാണ് പറയുന്നത്? ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് സ്പെസിഫിക്കലി സെക്ഷൻ 12 സബ്സെക്ഷൻ 3 പറയുന്നുണ്ട്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മുംബൈ അല്ലേ വരിക? റെസിപ്പിയൻ്റെ ലൊക്കേഷൻ ഏതാ? ആർക്കിടെക്ചർ സർവീസ് റിസീവ് ചെയ്യുന്ന ആരാ? ഉണ്ണിയുടെ ലൊക്കേഷൻ ഏതാ? മുംബൈ. നെക്സ്റ്റ്, ഭീഷ്മപർമ്മ ഫർണിച്ചർ മാർട്ട് located and registered under GST in the state of Chhattisgarh sells furniture from its showroom to Bilal and Co. ഓക്കെ, ജാർഖണ്ഡ്. അപ്പം രണ്ടും ഇന്ത്യയിലാണ്. യെസ്. ബിലാൽ ആൻഡ് കോ റിക്വസ്റ്റഡ് ഡെലിവർ ദ ഫർണിച്ചർ ടു മിസ്റ്റർ ഗുലാൻ അറ്റ് പാറ്റ്ന, ബീഹാർ. ഇതെന്താ വെച്ചാൽ ABC ഇവിടെ ബിൽ ടു ഷിഫ്റ്റ് മോഡലാണ്. ഭീഷ്മപർവ്വതത്തിൻ്റെ അടുത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ബിലാൽ ആൻഡ് കോ വാങ്ങുന്നത്. എന്നിട്ട് ബിലാൽ ആൻഡ് കോ പറഞ്ഞ് ഇത് നിങ്ങൾക്ക് എത്തിക്കേണ്ട നേരെ അവൾക്ക് ഡെലിവർ ചെയ്തോ, ഈ എന്താ പറയുക, ഗുലാൻക്ക് ഡെലിവർ ചെയ്തോ എന്ന് പറഞ്ഞ് ബീഹാറിലുള്ള. അപ്പോൾ ഭീഷ്മപർവ്വം എന്ത് ചെയ്ത് ഫർണിച്ചർ നേരെ പ്രോപ്പർ EWയിലൊക്കെ വെച്ചിട്ട് ടു പാറ്റ്ന ത്രൂ എ ട്രാൻസ്പോർട്ടർ ഹു മെയ്ഡ് ഡെലിവറി ടു ഗുലാൻക്ക് ഡയറക്റ്റ് ഡെലിവറി കൊടുത്തു. അപ്പോൾ ഈ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിൽ ടു ഷിഫ്റ്റ് മോഡൽ ആണെങ്കിൽ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ആ റെസിപ്പിയൻ്റ് ആരാണോ, ആ യഥാർത്ഥ റെസിപ്പിയൻ്റ് ആരാണോ അയാളുടെ പ്ലേസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ജാർഖണ്ഡ് അല്ലേ? കാരണം ഇയാളല്ലേ വാങ്ങുന്നത്, അല്ലേ? ബിലാൽ ആൻഡ് കോ അല്ലേ വാങ്ങുന്നത്? യഥാർത്ഥത്തിൽ വാങ്ങുന്നതല്ലേ ബിലാൽ ആൻഡ് കോ ആണ്. ഡയറക്ഷൻ മാത്രമേ ആർക്ക് കൊടുത്ത്? ഗുലാലിന് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഭീഷ്മ പറഞ്ഞ സംബന്ധിച്ചിട്ട് യഥാർത്ഥ കസ്റ്റമർ ആരാ? ബിലാൽ ആൻഡ് കോ. സപ്ലൈ നടക്കുന്ന ആരായിട്ടാണ്? ഭീഷ്മി ബിലാലാണ്. മറ്റത് വേറെ സെപ്പറേറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയെന്ന് വെച്ചാൽ ഏതാ പറയുക? ജാർഖണ്ഡാണ്. ഇയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ആണ് വരിക. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2 മാർക്കിനൊക്കെ അടിപൊളിയായിട്ട് ചോദിക്കാൻ പറ്റുന്ന സാധനമാണ്. കാരണം കൺഫ്യൂസിങ് ആണ്, നോക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അത്. ഓക്കെ, മൂന്നാമത്തത്, സാഗർ എ റെസിഡൻറ്റ് ഓഫ് നോയിഡ ആൻഡ് ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ UP went to Himachal Pradesh for a family vacation via Delhi. After entering Chandigarh, his car broke down due to technical issues.
He called on roads an emergency roadside car assistance to repair the car. The car was repaired by the staff of on road. On road does not have policy to maintain the record of address of the person taking the car assistance. The value supply amount is 50,000, being labor charge 40 and then the bill was supposed to be generated online through server, but due to technical issue it was not. Determine the place of supply. ആദ്യത്തെ ചോദ്യം നമ്മൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ജനറൽ ആണോ അതോ സ്പെസിഫിക് ആണോ നോക്കണം. ഇവിടെ ഇത് സ്പെസിഫിക്കലി പറയുന്ന ഒരു പോയിന്റ് ഒന്നും ഇവിടെ ഇല്ല, ശരിയല്ലേ? സ്പെസിഫിക് പ്രൊഫഷനിൽ എവിടെയെങ്കിലും ഇത് പറയുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ. സോ ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ വരും? സ്പെസിഫിക് പ്രൊവിഷനിൽ എവിടെയും ഇത് പറയുന്നില്ല. അപ്പോൾ പിന്നെ ഏതാ നോക്കണ്ടേ? ജനറൽ പ്രൊവിഷൻ. അപ്പോൾ നോക്കണമെങ്കിൽ സെക്ഷൻ 12 ആണോ 13 ആണോ നോക്കണം. 12 വരെ, കാരണം എല്ലാവരും ഇന്ത്യയിലാണ്, ഔട്ട്സൈഡ് ഇന്ത്യ കേസൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണോ നോക്കണം. അല്ലേ റെസിപ്പൻറ്റ്. ഇവിടെ റെസിപ്പൻറ്റ് എന്താണ്? രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ? ഒന്ന് നോക്കാം. സാഗർ റെസിഡൻറ്റ് ഓഫ് നോയിഡ ആൻഡ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, ഇയാൾ ഈസ് ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, അങ്ങനെയാകുമ്പം ആരെ ലൊക്കേഷൻ എടുക്കുക? അൺരജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ? ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഇറ്റ് സെൽഫ്. സപ്ലയറുടെ ലൊക്കേഷൻ ഏതാ? ഡൽഹി അല്ലേ? ഡൽഹി. സോ ഡൽഹിയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇത് സ്പെസിഫിക് അല്ല. ഇത് കാണുമ്പം ഏതെങ്കിലും സ്പെസിഫിക്കിലാന്ന് വിചാരിക്കും, പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഏതാ? 12(2) ആണ്, ജനറൽ പ്രൊവിഷൻ ആണ്. കാരണം ഓടിയും പറയുന്നില്ല. അപ്പോൾ പിന്നെ നോക്കേണ്ടത് റെസിപ്പിൻ്റെ രജിസ്റ്റേർഡ് ആണോ നോക്കണം. റെസിപ്പിൻ്റെ രജിസ്റ്റേർഡ് അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ പിന്നെ റെസിപ്പിൻ്റെ അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ വിൽ ബി പ്ലേസ് ഓഫ് സപ്ലൈ. ദാറ്റ്സ് ഓൾ. ലൊക്കേഷൻ സപ്ലയർ ലൊക്കേഷൻ ഇത് ഓൺ റോഡ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്ന പരിപാടി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇതൊരു കുറേ ഇങ്ങനെ കഥകൾ പറഞ്ഞിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയും, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2 മാർക്കിന് നിങ്ങളെ പൂട്ടിക്കാൻ പറ്റും. നെക്സ്റ്റ്, മിന്നൽ മുരളി പ്രൈവറ്റ് ലിമിറ്റഡ് located and registered under GST in Haryana supplies spare parts to Mr. Murugan, an unregistered person located in Rajasthan. Mr. Murugan booked the courier himself with the Black Dart Courier Private Limited, registered under GST in Delhi for delivery in Rajasthan. സോ ഒരു കൊറിയർ സർവീസ് എടുത്ത് മുരുകൻ ബുക്ക് ചെയ്ത് കൊറിയർ ഹിംസെൽഫ് വിത്ത് ബ്ലാക്ക് ഡാറ്റ്. ഓക്കെ, മുരുകൻ തന്നെ ബുക്ക് ചെയ്ത് ബ്ലാക്ക് ഡാറ്റ് കൊറിയർ പിക്ക് വിത്ത് ദ ഗുഡ്സ് ഫ്രം ഹരിയാനയിൽ നിന്ന് പിക്ക് ചെയ്തു. ഹാൻഡ് ഓവർ ബൈ മിന്നൽ മുരളി ലിമിറ്റഡ് ആൻഡ് ഡെലിവേർഡ് ദി കൊറിയർ ഇൻ രാജസ്ഥാൻ വൈൽ പാസിംഗ് ത്രൂ ദി സ്റ്റേറ്റ്. പക്ഷേ അവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കൊടുക്കുന്നത്, ശരിയല്ലേ? രജിസ്റ്റേർഡ് പേഴ്സണ് അല്ല. മിന്നൽ മുരളി ലൊക്കേറ്റഡ് രജിസ്റ്റേർഡ് ഇൻ ഹരിയാനയാണ്. ദെൻ ടു മിസ്റ്റർ മുരുകൻ located in Rajasthan. Mr. Murugan booked the courier himself with Black Dart Courier Private Limited. ഓക്കെ, മുരുകൻ തന്നെ ബുക്ക് ചെയ്തത്. ദെൻ രജിസ്റ്റേർഡ് ആണ് GST in Delhi for delivery in Rajasthan. പിക്കപ്പ് ചെയ്തത് ഹരിയാനയിൽ നിന്ന്, ഗുഡ്സ് ബൈ മിന്നൽ മുരളി ഹാൻഡ് ഓവർ ചെയ്ത് രാജസ്ഥാനിൽ ഡെലിവർ ചെയ്തു. സോ ഈ കേസിൽ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ? ഒന്ന് ആ പ്രൊവിഷൻ എടുത്ത് നോക്കേണ്ടി വരും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് നോക്കാം, കൊറിയർ സർവീസ്. വൈ ദാറ്റ് പ്രൊവിഷൻ എന്നുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ മെയിൽ കൊറിയർ ആണെങ്കിൽ പേഴ്സൺ അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ലൊക്കേഷൻ അറ്റ് വിച്ച് ഗുഡ്സ് ആർ ഹാൻഡഡ് ഓവർ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ. എവിടെ നിന്നാണ് ഹാൻഡ് ഓവർ ചെയ്തത്? അത് ഹാൻഡ് ഓവർ ചെയ്ത് ഹരിയാനയിലല്ലേ? അല്ലേ? ഹരിയാനയിലല്ലേ ഹാൻഡ് ഓവർ ചെയ്യുന്നത് രാജസ്ഥാനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ വരിക? ഹരിയാന. സോ ഐ ഓൾസോ കൺഫ്യൂസ്ഡ്. അതിലും കൂടി കണ്ടപ്പോൾ ഞാനും കൺഫ്യൂസ്ഡായി. ഓക്കെ, സോ ഹരിയാനക്കാർ ആൻസർ. യെസ്, ഹരിയാന വിൽ ബി ആൻസർ. യെസ്, ഹരിയാന. Okay, next, Mr. Koduman Poti, an unregistered person residing in Aisar, Haryana, went to Delhi for seeking admission of his child in CA Intermediate. So, ഇയാൾ അണ്ട് കൊടുമൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ, കൊടുമൻ പോറ്റി അതാ സിനിമ പ്രമേയുഗം. യെസ്, അയാളുടെ മോനക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ, CA ഇൻ്ററിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഇവിടെ ഹരിയാനയിൽ പോയി. അയാൾ ഹരിയാനയിൽ വെന്റ് ഡൽഹിയിൽ പോയി. കൊടുമൻ പോറ്റി ഗോട്ട് ദി റിമൈൻഡർ ഓഫ് ജനറേറ്റഡ് ബൈ ICICI ബാങ്ക്. ICICI അപ്പത്തിലൊക്കെ അവിടെ ഡൽഹിയിലുള്ള അല്ല
ഹൈദരാബാദ് ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശ് ഹൈദരാബാദിലുള്ള ICICI ബാങ്കിൽ നിന്ന് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് ജനറേറ്റ് ചെയ്തു ഈ രജിസ്ട്രേഷൻ ഫീ അടക്കാൻ വേണ്ടിയിട്ട്. കൊടുവൻപൊട്ടി ഡസ് നോട്ട് ഹാവ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ ICICI ബാങ്ക്. ICICIയിൽ എന്തില്ല, ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇയാൾക്കില്ല. ആൻഡ് ദി ബാങ്ക് ഡസൻ ഹാവ് എ പോളിസി ഓഫ് KYC റിക്വയർമെന്റ് കസ്റ്റമറുടെ KYC ഒന്നും എടുത്തേക്കുന്ന പരിപാടിയൊന്നും ഇവർക്കില്ല. ഡിമാൻഡ് ഡ്രാഫ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് KYC എടുക്കുന്ന പരിപാടിയൊന്നും ഇവർക്കില്ല. ആൻഡ് നോട്ട് ഹാവിംഗ് അക്കൗണ്ട് വിത്ത് എനി ഓഫ് ഇറ്റ്സ് ബ്രാഞ്ച് ഇൻ ഇന്ത്യ. സോ ഇയാൾക്ക് വേറെ ബ്രാഞ്ചിലൊന്നും അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസ് പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ നിന്നാണ് ചോദിക്കുന്നത്? ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ അല്ലേ, എവിടെയാണോ സപ്ലൈ ചെയ്യുന്നത് അത് തന്നെ. സോ ഉത്തർപ്രദേശിലെ അയാൾ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് അല്ല, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നത്. സോ അതാണ് എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യൻ ആട്ടാ. ഇങ്ങനെയൊക്കെ കാരണം ഈ പ്ലേസ് ഓഫ് സപ്ലൈ എന്നൊരു ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ MCQs ഇങ്ങനെ ആയിരിക്കും. സോ വി നീഡ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. ഓക്കെ, സോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കാം. ഡിറ്റർമൈൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആസ് വെൽ ആസ് ദിയർ ടാക്സബിലിറ്റി ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന ഓരോന്നിനും പ്ലേസ് ഓഫ് സപ്ലൈ നോക്കാനാണ് പറയുന്നത്. എക്സ് ലിമിറ്റഡ് ഓഫ് ഡൽഹി agreed to provide technical inspection and certification in respect of a newly developed product of an overseas firm for a newly launched motorbike which has to be meet emission standards in different states or countries. The overseas firm has provided its newly developed product X Limited for the purpose of testing. The testing is carried out in 15% Delhi, 35% Assam, 50% Sweden. So എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്, അതിൽ ഒന്ന് പുറത്തും ഉണ്ട്. ദെൻ അപ്പോൾ ആ കേസിൽ ഇത് ഏതാ വരിക? ഇവിടെ ഒരു സപ്ലയറും ഡൽഹിയിലും എക്സിമിനും ഡൽഹിയും സപ്ലയർ ഡൽഹിയിലാണ്. പക്ഷേ റിസീപ്പൻറ്റ് ഇവിടെ ഉള്ള ആളല്ല, ഔട്ട്സൈഡ് കൺട്രിയിലുള്ള ആളാണ് അല്ലേ, ഓവർസീസ് ഫേമാണ്. ഓവർസീസ് ഫേം. സോ സെക്ഷൻ 13 വരിക. അപ്പോൾ ഇവിടെ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ടെസ്റ്റിംഗ് എന്തോ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ മീൻസ് ഇതിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതുണ്ട്, അതായത് മൾട്ടിപ്പിൾ ലൊക്കേഷനിലുണ്ട്. ഡൽഹിയിലുണ്ട്, ആസാമിലുണ്ട്, സ്വീഡനിലുണ്ട്. അതിൽ 2 എന്ത് ടാക്സബിൾ ടെറിട്ടറിയിലുള്ളത്, ശരിയല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ടാക്സബിൾ ടെറിട്ടറിയിലുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട്. അപ്പോൾ ഡൽഹിയും ആസാമും ആയിരിക്കും എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ. അത് ഏത് പെർസെൻറ്റേജിൽ? ഡൽഹിക്ക് എത്ര, ആസാമിന് എത്ര? 15 and 35. 15:35. ദാറ്റ്സ് ഈക്വൽ ടു 3:7. 15:35 നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3:7 ആവില്ലേ അല്ലേ? നമുക്ക് മൈനസ് അല്ല, കുറച്ച് കഴിഞ്ഞാൽ വെട്ടി കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത്രേ ഉള്ളൂ. എ മൂവി ഓൺ ഡിമാൻഡ് ഈസ് പ്രൊവൈഡഡ് ഓൺ അസൈൻ ബോർഡ് എന്റർടൈൻമെന്റ്. അപ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? 3:7 പോകും. അങ്ങനെയാണ് ടാക്സ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ്, അത്രേ ഉള്ളൂ. എ മൂവി ഓൺ ഡിമാൻഡ് ഈസ് പ്രൊവൈഡഡ് ആസ് ഓൺ ബോർഡ് എന്റർടൈൻമെന്റ് ഡ്യൂറിംഗ് ദി കൊൽക്കത്ത ഡൽഹി ലെഗ് ഓഫ് എ ബാങ്കോക്ക് കൊൽക്കത്ത ഡൽഹി ഫ്ലൈറ്റ്. സോ മൂവി കൊടുത്ത് ഏത് കൊൽക്കത്ത ഡൽഹി ലെഗ് ഓഫ് എ ബാങ്കോക്ക് കൊൽക്കത്ത ആണ്, ബാങ്കോക്കിൽ നിന്ന് എടുത്ത സാധനമാണ്, ബാങ്കോക്കിലാണ് ഇത് ഇതാക്കുന്നത്. ഓക്കെ, അപ്പം പ്ലേസ് ഓഫ് സപ്ലൈ ചെയ്തേക്കാരം ബാങ്കോക്ക് ആയിരിക്കും വരിക. ബാങ്കോക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ബാങ്കോക്ക്. ഇന്ത്യയിലല്ല പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, സോ ടാക്സ് വരില്ല. With reference to the position of goods and service tax law, as applicable on or after what would the place of supply following? ഓരോ ഇൻഡിപെൻഡന്റ് കേസസ് ഉണ്ട്, ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ നോക്കാനാണ് പറയുന്നത്. Mr. Hemmen Trading of New Delhi are appointed commission agent by a foreign company for sale of its goods to Indian customers. In lieu of their service, Hemmen Trade Links are receive a fixed percentage of commission from the concerned foreign company. So ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കമ്മീഷൻ ഏജന്റിനെ എന്ത് ചെയ്തു, ന്യൂഡൽഹിയിൽ അപ്പോയിന്റ് ചെയ്തു. ന്യൂഡൽഹിയിലുള്ളതാണ് കമ്മീഷൻ ഏജന്റ്, പുറത്തുള്ള ആളാണ്. ന്യൂഡൽഹിയിലുള്ള കമ്പനി ഒരു പുറത്തുള്ള ഒരാളെ കമ്മീഷൻ ഏജന്റ് ആയിട്ട്, കമ്മീഷൻ ഏജന്റ് ബൈ എ ഫോറിൻ കമ്പനി ഫോർ സെയിൽ ഓഫ് എ ഗുഡ്സ് ടു ഇന്ത്യൻ കസ്റ്റമേഴ്സ്. ഇൻ ലീവ് ഓഫ് ദ സർവീസ് Hemmen Trade receive ഫിക്സ് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. Hemmen Trade Links ഓഫ് ന്യൂഡൽഹി ആർ അപ്പോയിന്റഡ്. ഓക്കെ, ന്യൂഡൽഹിയിലുള്ള Hemmen Trade Linksനെയാണ് കമ്മീഷൻ ഏജന്റ് ആയിട്ട് ഫോറിൻ കമ്പനി അപ്പോയിന്റ് ചെയ്തത്. സോ സപ്ലയർ ഈ കമ്മീഷൻ ഏജന്റ് ഇയാളെ പരിപാടി എന്താ, ഈ സർവീസ് കൂട്ടി കൊടുക്കാന്നല്ല, സെയിൽസ് കൂട്ടി കൊടുക്കാന്നാണ്. സപ്ലയർ Hemmen Trade Link റിസീപ്മെന്റ് ഫോറിൻ കമ്പനീസുമാണ്. സോ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. സോ ഈ കേസിൽ മീൻസ് പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ന്യൂഡൽഹി ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഒരു ഇന്റർമീഡിയറ്റ് സർവീസ് അല്ലടാ, ഇന്റർമീഡിയറ്റ് സർവീസ് ചെയ്യുമ്പോൾ പറയുന്നത് ലൊക്കേഷൻ ഓഫ് ദി റിസീപ്റ്റന്റ്, ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആണ് എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ Hemmen Trade അല്ലേ സപ്ലയർ, രണ്ട് ലൊക്കേഷൻ ഏതാണ്, ന്യൂഡൽഹി പ്ലേസ് ഓഫ് സപ്ലൈ. അതാണ് 13(8) സെക്ഷൻ വരിക. ഇവിടെ 13(8). നെക്സ്റ്റ്, OP Fabricators of Mumbai has temporarily imported certain goods from its customers located in Hancock for repairs. The goods can be re-exported to Hancock after carrying out the necessary repairs without being put to any India. ഒരു ഇന്ത്യയിലോട്ട് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തു, ജസ്റ്റ് റിപ്പയർ ചെയ്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ റീ-എക്സ്പോർട്ട് ചെയ്തു. സോ ആ കേസിൽ ഏതാ എടുക്കുക? സെക്ഷൻ 13 സബ്സെക്ഷൻ 2 അല്ലേ, ജനറൽ പ്രൊവിഷൻ. ലൊക്കേഷൻ ഓഫ് ദി റിസീപ്റ്റന്റ് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നോക്കണം. ലൊക്കേഷൻ ഓഫ് ദി റിസീപ്റ്റന്റ് അവൈലബിൾ ആണോ? യെസ്, അവൈലബിൾ ആണ് അല്ലേ, അവൈലബിൾ ആണ്. ഏതാണ്? ഹോങ്കോക്ക്. അങ്ങനെയാണ് ഹോങ്കോക്ക് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ടാക്സ് വരുമോ? ഇല്ല, പ്ലേസ് ഓഫ് സപ്ലൈ പുറത്താണ്. UV Airlines and airlines located in New Delhi has hired aircraft from a foreign airlines for a period of 15 days. ഒരു UV Airlines കമ്പനി എന്ത് ചെയ്തു, ഇന്ത്യയിലുള്ള എയർലൈൻ കമ്പനിയാണ് എന്ത് ചെയ്ത് ബുക്ക് ചെയ്തു 15 ഡേയ്സിന്. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണ്?
ജനറൽ പ്രൊവിഷൻ, സ്പെസിഫിക് ഒന്നുമല്ല, ജനറൽ പ്രൊവിഷൻ. ഒരു ഹയർ ചെയ്താണ്. എയർക്രാഫ്റ്റ് ഹയർ ചെയ്യുന്ന കേസ് എവിടെയെങ്കിലും പറയുന്നുണ്ടാവില്ല. ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് അവൈലബിൾ ആണോ? യെസ്, ന്യൂഡൽഹി അല്ലേ ഹയർ ചെയ്തത്. ഫോറിൻ എയർലൈൻസ് ഹയർ ചെയ്തത്. സോ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് അവൈലബിൾ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ന്യൂഡൽഹി. ദാറ്റ്സ് ഓൾ. അങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക ഏത് സ്പെസിഫിക് പോകുന്ന ജനറൽക്ക് പോകുമെന്ന് ആദ്യം നോക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 3 ബിഗ് ക്വസ്റ്റ്യൻ. നോക്കാം, ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ വരില്ലാന്ന് തോന്നുന്നു. നോക്കാം. മ്യൂസിക് പ്രൈവറ്റ് ലിമിറ്റഡ് ഓൺ ബൈ നിതീഷ് ടാനി, എ ഫേമസ് ക്ലാസിക്കൽ സിംഗർ, വിഷസ് ടു ഓർഗനൈസ് എ നിതീഷ് ടാനി മ്യൂസിക് കൺസേൺ ഇൻ ഗുരുഗ്രാം. മ്യൂസിക് പ്രൈവറ്റ് ലിമിറ്റഡ് എൻറ്റേഴ്സ് ഇൻ ടു കോൺടാക്ട് വിത്ത് ആൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, സുപ്രിയ പ്രൈവറ്റ് ലിമിറ്റഡ് ഡൽഹി. അതായത് വലിയൊരു സിനാരിയോ വരെയാണ്. അതായത് ഒരു ക്ലാസിക്കൽ സിംഗർ ഉണ്ട്, മ്യൂസിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അത് നിതീഷ് ടാനി എന്ന് പറഞ്ഞൊരു ഫേമസ് ക്ലാസിക്കലാണ് ഓൺ ചെയ്തിട്ടുള്ളത് ആ കമ്പനി. ഒരു കൺസേർട്ട് ഓർഗനൈസ് ചെയ്യാൻ പോകുന്ന ഒരു ഗുരുഗ്രാമിൽ, ഹരിയാനയിൽ. ഈ മ്യൂസിക് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്ച്വലി രജിസ്റ്റേർഡ് ആണ് ലുധിയാനയിൽ, പഞ്ചാബ് ലുധിയാനയിൽ രജിസ്റ്റേർഡ് ആണ്. ഒരു കോൺട്രാക്റ്റിന് ഏർപ്പെട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട്. ഓക്കെ, അവരെ സുപ്രിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേര്. ഡൽഹിയിലാണ് അവർ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇതൊരു ഒരു ട്രാൻസാക്ഷൻ, അതായത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയും ഈ മ്യൂസിക് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള, അപ്പോൾ ഈ അവരാണ് ഓർഗനൈസ് ചെയ്യുന്ന മ്യൂസിക് കൺസേർട്ട്. കൺസിഡറേഷൻ പറഞ്ഞിട്ടുള്ളത് 10 lakh ആണ്. ഓക്കെ, നെക്സ്റ്റ് സുപ്രിയ പ്രൈവറ്റ് ലിമിറ്റഡ് ബുക്സ് ഡീൽ. അപ്പോൾ ഇനി സുപ്രിയന് പരിപാടി ചെയ്യാം. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത്, ഡും എന്നുള്ള ഹോട്ടൽ ഗുരുഗ്രാമിൽ, ഹരിയാനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഫോർ ഹോൾഡിംഗ് ദി മ്യൂസിക് കൺസേൺ ഫോർ എ ലംസം കൺസിഡറേഷൻ ഓഫ് 4 lakh. അപ്പോൾ ഇവന്റ് നടത്താൻ വേണ്ടിയിട്ട് ഹോട്ടലിക്ക് 4 ലക്ഷം കൺസിഡറേഷൻ കൊടുത്തു. മ്യൂസിക് പ്രൈവറ്റ് ലിമിറ്റഡ് എൻട്രി ഫീ ഫിക്സ് ചെയ്തിട്ടുള്ളത് 5,000 ആണ്. ഒരാൾക്കുള്ള എൻട്രി ഫീ 5,000 ആണ്. 400 ടിക്കറ്റ്സ് ആണ് ഇതുവരെ വിറ്റത്. യു ആർ റിക്വയർഡ് ടു ഡിറ്റർമിൻ ദി CGST, SGST ആൻഡ് IGST as the case may be in respect of supplies involved in this scenario. നമ്മളോട് CGST, SGST, IGST നോക്കാനാണ് പറയുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ അവിടെ പെൻഡിങ് ഇടാം. സോ ഇവിടെ പല ഇതുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ CGST ആണ്, SGST ആണ്, IGST ആണ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ അതിന് പ്ലേസ് ഓഫ് സപ്ലൈ അറിയണ്ടേ. ഏതൊക്കെ സർവീസ് അവിടെ ഇൻവോൾവ് ചെയ്തിട്ടില്ല? ഒന്ന്, മ്യൂസിക് ഈ ഓഡിയൻസും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർവീസ് ഉണ്ട്. എന്താണ്? അഡ്മിഷൻ. ശരിയല്ലേ? അഡ്മിഷൻ എടുക്കുന്നത് ആരാ? മ്യൂസിക് ആണ്. സോ ആ 5,000 രൂപയുടെ ആ ഒരു ട്രാൻസാക്ഷൻ കസ്റ്റമേഴ്സുമായിട്ട്. സുപ്രിയയും മ്യൂസിക് തമ്മിലൊരു സർവീസ് ഉണ്ട് ഇവിടെ. എന്താണ്? ഇവന്റ് ഓർഗനൈസേഷൻ ചെയ്യുന്നത് ആരാണ്? സുപ്രിയയാണ്. ഓക്കെ, ഈ സുപ്രിയയും അതുപോലെ ഹോട്ടലും തമ്മിലൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, അക്കോമഡേഷൻ ചെയ്യുന്നത്. ഹോട്ടൽ ഡും ടു സുപ്രിയ ബൈ വേ ഓഫ് അക്കോമഡേഷൻ ഇൻ ഹോട്ടൽ. ഈ 3 സർവീസുകളാണ്, 3 ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് സർവീസുകളാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 3നും 3 രീതിയായിരിക്കും. ഇപ്പോൾ ഒന്ന് നോക്കാം. As per the provision 12(6), the place of supply service by admission to an cultural event shall be the place where the actual event held. അല്ലേ, ഒരു അഡ്മിഷൻ ഇവന്റ് ഒക്കെ ഹെൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ വരുന്നത് ആക്ച്വലി ഇവന്റ് എവിടെയാണോ നടക്കുന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഈ ആക്ച്വലി നടക്കുന്ന ഇവന്റ് എവിടെ നടക്കുന്നത്? ഹരിയാനയിലല്ലേ. സോ ആ ഹരിയാനയിലായിരിക്കും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. സോ ദർഫോർ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ബൈ മ്യൂസിക് ലൈവ് ടു ഓഡിയൻസ് ബൈ വ്യൂ അഡ്മിഷൻ ടു ദി മ്യൂസിക് കൺസേർട്ട് AC ഹോട്ടൽ തും ഹോട്ടലിലാണ് പരിപാടി നടക്കുന്നത്, അതായത് ഹരിയാനയിൽ. സോ ഹരിയാന ആയിരിക്കും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. സിൻസ് ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ, ഇയാൾ ലുധിയാനയിലല്ലേ, അത് മ്യൂസിക് പ്രൈവറ്റ് ലിമിറ്റഡ്. പരിപാടി നടക്കുന്നത് അവിടെ ഗുരുഗ്രാം, ഹരിയാനയിലല്ലേ. സോ 2 സ്റ്റേറ്റ് ആയില്ലേ, ഏതാ വരിക? IGST വരിക. അപ്പോൾ 400 ടിക്കറ്റാണ് സോൾഡ് ചെയ്തത്, 5,000 രൂപക്കാണ് വിറ്റത്. 20 ലക്ഷം, 20 ലക്ഷത്തിന് 18% വെച്ച് 3,60,000 IGST കൊടുക്കേണ്ടി വരും. ഓക്കെ, അടുത്ത ഇത് വരുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ സർവീസ് ബൈ ഈ ഓർഗനൈസേഷൻ നടത്തി കൊടുക്കുന്ന ആൾ, കൾച്ചറൽ ഇവന്റ് നടത്തി കൊടുക്കുന്ന ആൾ. അങ്ങനെ ആകുമ്പോൾ കൾച്ചറൽ ഇവന്റ് നടത്തുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺക്കാണ് നടത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് അസാൻഡ് രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ ഈ കേസിൽ സുപ്രിയ രജിസ്റ്റേർഡ് ആണ്, ഈ മ്യൂസിക്കാരൻ രജിസ്റ്റേർഡ് ആണ്. മ്യൂസിക്കാരൻ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ മ്യൂസിക്കാരൻ്റെ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സോ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ലുധിയാന, പഞ്ചാബ്, മ്യൂസിക്കാരൻ പഞ്ചാബിലല്ലേ, ആണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. അപ്പം അങ്ങനെ കേസിൽ സപ്ലയർ ഡൽഹിയിലും പ്ലേസ് ഓഫ് സപ്ലൈ ലുധിയാനയിലും ആകുമ്പോൾ അവിടെയും ഏതാ വരിക? IGST ആണ് ലെവിയബിൾ ചെയ്യുക. സോ IGST വിൽ ബി കമ്പ്യൂട്ടർ. ഓക്കെ, അതിൽ എത്രയും കൺസിഡറേഷൻ 10 lakh ആയിരുന്നു. 10 lakh × 18%, 1,80,000 ആണ് അവിടെ IGST വരിക. അപ്പോൾ 2 കേസിലും IGST വരുന്നത്. അടുത്തത് ഹോട്ടൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആർക്ക്? സുപ്രിയക്ക് അല്ല, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനത്തെ കേസിൽ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട്? ഹോട്ടലിൻ്റെ പ്ലേസ് ആണ് അല്ലേ, അവിടെ എവിടെയാണോ ഉള്ളത് അതല്ലേ ലൊക്കേഷൻ ഷാൽ ബി ദി ഹോട്ടൽ. മുകളിൽ പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ എവിടെയാണോ അതിൻ്റെ ലൊക്കേഷൻ അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ലൊക്കേഷൻ ഓഫ് സപ്ലയർ എവിടെയാണ്? സുപ്രിയ എവിടെ ഉള്ളതാ? ഹരിയാനയിലുള്ളതാ. പ്ലേസ് ഈ പറഞ്ഞ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്? ഹരിയാനയിലാണ്. സോ ഏതാ വരിക? CGST, SGST. 4 ലക്ഷം അല്ലായിരുന്നോ? 4 ലക്ഷത്തിൻ്റെ 9%. ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ എന്ന് വെച്ചാൽ കുറേ കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ 7 മാർക്കിന് ഇങ്ങനെ ചോദിക്കില്ല. പക്ഷേ ഈ ഒരു സാധനം നോക്കിയാൽ തന്നെ നിങ്ങളെ കൺസെപ്ച്വലി കുറേ സ്ട്രോങ് ആവും സംഭവം നോക്കിയാൽ. അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിലിട്ട്. ഇനി ഇതൊരു വേറെ പോകുന്നൊരു പോയിന്റ് കാണിച്ചു തരാം. വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ് ഇഫ് ദ പ്രൈസ് പെർ ടിക്കറ്റ് ഈസ് 450? അവിടെ 5,000 ആണ് പ്രൈസ് പെർ ടിക്കറ്റ്. അതിന് പകരം 450 ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ മാറുമോ എന്ന്? മാറും. എക്സംഷനിൽ പറയുന്നുണ്ട്, ഒരു ഇവന്റ് അഡ്മിഷൻ 500 താഴെയാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്.
If price of any 450, answer will be change. In respect of supply of service provided admission. Admission എന്ത് വരില്ല? അപ്പോൾ അഡ്മിഷൻ 5000 വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണ്ടേ? അതിന് ടാക്സ് കൊടുക്കണ്ട. 450 ആണെങ്കിൽ ആണ് നമ്മളെ അവിടെ എന്താണ്, ഇഫ് കൺസിഡറേഷൻ ഫോർ റൈറ്റ് ടു അഡ്മിഷൻ ഈസ് നോട്ട് മോർ ദാൻ 500 per person, then അതെന്താണ്, എക്സംപ്റ്റഡ് ആണ്, എക്സംപ്റ്റ് ഫ്രം IGST. ഓക്കെ, സോ ദിസ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് റിവൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി കേൾക്കുക. ആൻഡ് ആ ഓർഡർ കിട്ടിയാൽ മതി. ഏത് ഓർഡർ? ഈ ഓർഡർ. എത്ര സർവീസസ് അവിടെ നടക്കുന്നത്, ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരമായി. പിന്നെ ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഓരോന്നും ഇങ്ങനെ കണ്ടെത്തുക. പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ, പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്ന് കണ്ടെത്തുക. സോ അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. സെപ്പറേറ്റ് ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈ നോക്കിയിട്ട് IGST ആണോ CGST SCST ആണോ നമുക്ക് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4. Mr. Murthy, an unregistered person and a resident of Pune, Maharashtra, hires the service of Sun Limited, an event management company registered in Delhi. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ സർവീസ് എടുക്കുകയാണ്. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ എടുക്കുന്ന കേട്ടോ സർവീസ്. ഓക്കെ, ഫോർ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ കർണാടകയാണ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ സൺ ലിമിറ്റഡ്. അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്യുന്ന എവിടെയാണ്, ഹെൽഡ് ചെയ്യുന്ന എവിടെയാണ്? ബാംഗ്ലൂർ. കുഴപ്പമില്ല. സോ ബാംഗ്ലൂർ ആണ് ഇതിൻ്റെ അല്ലേ, ആക്ച്വലി ഇവൻ്റെ എവിടെയാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത് അല്ലേ പ്ലേസ് ഓഫ് സപ്ലൈ വരെ. സോ ബാംഗ്ലൂർ ആയിരിക്കും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ടുണ്ടാവുക. ഇനി ഈ ബാങ്കോക്കിലായിരുന്നെങ്കിൽ, പ്രൊഡക്റ്റ് ലോഞ്ച് ബാങ്കോക്കിലായിരുന്നെങ്കിൽ എന്തെങ്കിലും മാറുമോ? യെസ്, പ്രൊഡക്റ്റ് ലോഞ്ച് ബാങ്കോക്കിലായിരുന്നെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സോ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ഈസ് അവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് പൂനെ മഹാരാഷ്ട്ര. ഇതിൽ റെസിപ്പിയൻ്റെ ലൊക്കേഷൻ ആയിരിക്കും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. അടുത്ത് ചോദിച്ചത് ഇയാൾ രജിസ്റ്റേർഡ് ആയിരുന്നെങ്കിലോ, ഈ മൂർത്തി എന്ന് പറയുന്ന ആൾ രജിസ്റ്റേർഡ് ആയിരുന്നെങ്കിലോ. ഇവിടെ മൂർത്തി അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോയത്. മൂർത്തി ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരുന്നെങ്കിലോ, ദെൻ എന്നിട്ട് പ്രൊഡക്റ്റ് ബാംഗ്ലൂരും ബാങ്കോക്കും ആണെങ്കിൽ മാറുമോ? ഇല്ല. രജിസ്റ്റേർഡ് ആണെങ്കിൽ പിന്നെ ഒന്നുമില്ല, ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അത് ഇവൻറ്റ് നടന്നത് എവിടെയാണെങ്കിലും ഇവിടെ എവിടെയായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? പൂനെ മഹാരാഷ്ട്ര ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോയിന്റ് ഇതാണ്. ആസ് പെർ സെക്ഷൻ 12(7) അനുസരിച്ച് വരുന്നത് സർവീസസ് ബൈ ഓർഗനൈസേഷൻ ഓഫ് ഇവൻറ്റ് ഈസ് പ്രൊവൈഡഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ലൊക്കേഷൻ വെർ ദി ആക്ച്വലി ഇവൻറ്റ് ഹെൽഡ്. ഓക്കെ, ആ ഇവൻറ്റ് ഹെൽഡ് ചെയ്ത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി റെസിപ്പിയൻറ്റ്. ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 സിമിലർ ടു ദിസ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ പുറത്തൊരു സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഗ്രാൻഡ് ഗാല ഇവൻറ്റ്സ് ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അറ്റ് കൊൽക്കത്ത ഓർഗനൈസസ് 2 അവാർഡ് ഫംഗ്ഷൻ ഫോർ കല്യാൺ ജ്വല്ലേഴ്സ് ഓഫ് ചെന്നൈ. കല്യാൺ ജ്വല്ലേഴ്സ് രജിസ്റ്റേർഡ് ആണ് അറ്റ് ന്യൂഡൽഹി ആൻഡ് സിംഗപ്പൂർ. സോ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ വരിക? ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആണ്. ചെന്നൈ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ചെന്നൈയിലാണ് രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളത്. കല്യാൺ ജ്വല്ലേഴ്സിനാണ്. സോ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പ്ലേസ് ആയിട്ടുള്ള ചെന്നൈ ആയിരിക്കും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. Perfect Planners is hired Miss Dr. Kelvin, unregistered person based in Kochi, Kerala, to plan and organize his son wedding at Mumbai, Maharashtra. Will your answer be different if it taking place in Malaysia? So Perfect Planners എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡോക്ടർ കെൽവിനെ ഹയർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഡോക്ടർ കെൽവിന്. ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാം, വെഡ്ഡിങ് ഓർഗനൈസ് ചെയ്യാം മുംബൈയിലാണ് സംഭവം നടന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ ആയിരിക്കും? ആക്ച്വലി അല്ലേ മുംബൈ അല്ല അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ വരും. ആക്ച്വലി അവൻ്റെ ഹെൽഡ് ചെയ്ത് എവിടെയാണോ ആയിരിക്കും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, പെർഫെക്റ്റ് പ്ലാനേഴ്സ് ആണ് സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. ഡോക്ടർ കെൽവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഡോക്ടർ കെൽവിൻ കൊച്ചി, കേരളത്തിലാണ്. ഇനി അത് മലേഷ്യയിലായിരുന്നെങ്കിലോ? റെസിപ്പിയൻ്റെ ലൊക്കേഷൻ ഏതാ? കൊച്ചി, കേരള. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ വി ഹാവ് 2 more ക്വസ്റ്റ്യൻ. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ റിഗാർഡിങ് എക്സ്പോർട്ട് ഓഫ് സർവീസ്. സർവീസിൻ്റെ ക്വസ്റ്റ്യൻ. എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണോ എന്നുള്ള ചോദ്യം, എന്തോ ഒരു ചോദ്യമായിരുന്നു അത്. വെദർ സൈഡ് സപ്ലൈ വിൽ amount to export of service. Okay. Cornchips, RST Corporation Cornchips manufacturing based in USA intends to launch its products in India. However, the company wishes to know the taste and sensibilities of Indians before launching its product in India. For this purpose, RC has approached ABC Consultant Mumbai to carry out a survey in India to enable it to make changes, if any, in products. അതൊരു ടേസ്റ്റിൻ്റെ എന്തോ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് റിലേറ്റഡ് എന്തോ സംഭവമാണ്. ദ സർവീസ് ഓൺലി ബേസ്ഡ് ഓൺ ഓറൽ റിപ്ലേസ് ഓഫ് സർവീസ്. ദ വിൽ നോട്ട് ബി പ്രൊവൈഡഡ് എനി സാമ്പിൾ. ഇത് ഇതാ വരിക, ഇത് അവിടെ സ്പെസിഫിക്കലി ഓടി വരുന്നില്ല. സോ ഒരു മാനുഫാക്ചറിങ് കമ്പനി USA-ലും ഈ സംഭവം ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ അപ്പം 13 പോവുക. 13 ഏത് വരും? ഓടിയില്ലെങ്കിൽ എവിടെ വരിക? 2 വരും അല്ലേ? എവിടെ ഇല്ല, സ്പെസിഫിക്കലി ഓടി പറയുന്ന കേസുള്ളത്. സോ 2 വരും. ജനറൽ പ്രൊവിഷൻ എടുത്ത് നോക്കുക എവിടെ വരികയാണ്. ഇപ്പോൾ റെസിപ്പിൻ്റെ ലൊക്കേഷൻ അവൈലബിൾ ആണെങ്കിൽ അത്, ലൊക്കേഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സപ്ലൈയുടെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ദിസ് ഇസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്. ഇവിടെ എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഓഫ് സർവീസ് ആയിരിക്കും.
not important. Question 7ഉം 8ഉം is a type of similar question ആണ്. 7ഉം 8ഉം ഒരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ യു കാണ്ട് എക്സ്പെക്ട് ഇൻ ദി എക്സാംസ്. പക്ഷെ എന്നാലും മീൻസ് ഓരോന്ന് ചോദിക്കുക. മീൻസ് ഓരോ സ്പെസിഫിക് ഇൻഡിപെൻഡൻറ്റ് കേസസിൽ ഇത് പ്ലേസ് ഓഫ് സപ്ലൈ എന്താന്നുള്ള ഒരു ചോദ്യമാണ്. യു ക്യാൻ ജസ്റ്റ് റെഫർ ഇറ്റ്. ഞാനത് ഇവിടുന്ന് റീഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓരോ സെപ്പറേറ്റ് സെക്കൻഡ്. ഓക്കെ. സോ ഓരോ സെപ്പറേറ്റ് കേസിൽ എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണിത്. നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തു. സോ ഓരോ കേസ് ഓരോ ഇൻഡിപെൻഡൻറ്റ് കേസ് വരുമ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാം. യു ജസ്റ്റ് ഡു ഇറ്റ് ഫ്രം യുവർ ഹോം ഇറ്റ് സെൽഫ്. ഓക്കെ, ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കി ഏതാണെന്നുള്ളത് നിങ്ങൾ ഓക്കെ. ബോറായി പോകും ഇനിയും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒരേ സിമിലർ ടൈപ്പ്. അതായത് സിനാരിയോ തരുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് ബോറിങ് ആക്ച്വലി. ജസ്റ്റ് ഇങ്ങനെ ഞാൻ നിങ്ങൾ പോസ് ചെയ്താൽ മതി. ഒന്ന് പോസ് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ മതി. These are the answers. 12 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്. അപ്പോൾ 13 ആൻഡ് 12 ആണ് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്ന്. ഓക്കെ, ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്യണമെന്നില്ല. ഇറ്റ്സ് എ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. സോ ഡൂ സം പ്രാക്ടീസ് ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈയുടെ ക്വസ്റ്റ്യൻ ഒരു MCQ ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. MCQ പ്രാക്ടീസ് ചെയ്ത് തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ കുറേ കിട്ടും. നെക്സ്റ്റ്, സക്സസ് ഈസ് നോട്ട് കീ ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഈസ് കീ ടു സക്സസ്. ഓക്കെ, സോ ബി ഹാപ്പി, സ്റ്റേ ഹാപ്പി, ഓൾവേസ് സ്റ്റേ ഹാപ്പി. ഓക്കെ, സോ നമ്മൾ ടെൻഷൻ അടിച്ച് ഒരുപാട് ബേജാറായിട്ടൊന്നും കാര്യമില്ല. റിലാക്സ് ആൻഡ് റൈറ്റ് ദി എക്സാം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ കംപ്ലീറ്റ്ലി തീർത്ത് ആൻഡ് ഓൾ പ്രൊവിഷൻസ് ഇൻക്ലൂഡിംഗ് ദി ക്ലാരിഫിക്കേഷൻസ് ഓൾസോ. സം ക്ലാരിഫിക്കേഷൻ, 2 ക്ലാരിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എക്സാം പെർസ്പെക്റ്റീവ്. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻസ് ആയ കാര്യമാണ്. ബാക്കിയെല്ലാം MCQസും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ല, ഒന്ന് കാണിച്ചു തന്നു, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. ദാറ്റ്സ് ഇനഫ്, മോർ ദാൻ ഇനഫ്. ഓക്കെ, സോ താങ്ക് യു. So comment your thoughts, comment your feedbacks in the comment section. Okay, bye.